പപ്സ് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? കൂടെ ഒരു ലൈമും കൂടിയാണെങ്കിലോ പൊളിച്ച്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് അത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പഫ് ഷീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് പഫ് ഷീറ്റ് അല്ല കേട്ടോ, സ്പ്രിങ് റോൾ ഷീറ്റാണ്. എനിക്കതാ കിട്ടിയത്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. എന്നാലും സംഭവം കിഡു. ഇങ്ങനെ ഉണ്ടാക്കിയാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഷീറ്റിലും ഇതുപോലെ വെച്ച് കൊടുത്ത് മിക്സാക്കി 4 സൈഡും ഇതുപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് എല്ലാത്തിനും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോന്നിലും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ് നേരമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ പപ്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പ്ലേറ്റിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 45 മിനിറ്റിന് ശേഷം നമ്മുടെ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഗതി പഫ് ഷീറ്റ് അല്ലെങ്കിലും സംഭവം ഉഷാറാട്ടോ. അപാര ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.